ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രധാന നീക്കവുമായി SIT 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരോട് ഹാജരാകാൻ ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകി. ഡിസംബർ 26-ന് ഹാജരാകാനാണ് നോട്ടീസ്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് SIT നീക്കം. ഇത് മുന്നിൽ കണ്ട ബോർഡ് അംഗങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഈ ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു SITക്കെതിരെ. ഹൈക്കോടതി അടക്കം അതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു മെല്ലെപ്പോക്കിനെ ചൊല്ലി. ഇപ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോവുകയാണ് SIT. അത്തരത്തിൽ തന്നെ നോക്കിക്കാണേണ്ടി വരും. കാരണം ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനം വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ 2019 ബോർഡംഗങ്ങളെ മൊഴിയെടുക്കാൻ വേണ്ടി, അതായത് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ കൂടുതൽ, അതായത് ഇപ്പോൾ നോട്ടീസ് നൽകിയെങ്കിലും അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതി അടക്കം കണ്ടെത്തിയത്. അത്തരത്തിൽ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ അവരും വരണ്ടേ എന്ന കൃത്യമായ ചോദ്യമുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടി നൽകാൻ, ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനത്തിനെല്ലാം മറുപടി നൽകാൻ എന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു. അതായത് ഈ ഒരു പഞ്ചലോക വിഗ്രഹം അടക്കം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് എന്ന വെളിപ്പെടുത്തലുകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട പുതിയ പേരുകൾ വരുന്നു. അന്താരാഷ്ട്ര ഈ പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ശബരിമലയിലെ പല സാധനങ്ങളും, അതായത് പഞ്ചലോക വിഗ്രഹം അടക്കം കൊണ്ടുപോയിട്ടുണ്ട്, ഇവിടുന്ന് കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു 2019 ബോർഡംഗങ്ങളിലേക്കെങ്കിലും എത്തിയില്ല എങ്കിൽ അത് കൂടുതൽ വിമർശനങ്ങൾക്കും ഹൈക്കോടതിയുടെ കടുത്ത നടപടിയിലേക്ക് അടക്കം കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിനൊപ്പം തന്നെ പ്രതിപക്ഷവും ഇതേ വിമർശനം ഉയർത്തിയിരുന്നു. ഹൈക്കോടതിയുടെ വിമർശനത്തിനൊപ്പം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം അടക്കം പ്രതിപക്ഷ നേതാവ് വിമർശിച്ച പോലെ തന്നെ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതായത് ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. ഇനിയും ആ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയാണെങ്കിൽ പേര് വിവരങ്ങളടക്കം പുറത്തുവിടും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിച്ചത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിലല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അതായത് കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ അന്വേഷണ പരിധി വ്യാപിപ്പിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യാനടക്കം കൂടുതൽ വിവരങ്ങൾ സ്വരൂപിക്കാനുള്ള തരത്തിലേക്ക് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് ഒരു ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണെങ്കിൽ പോലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു ഉദാസീനത ഈ ഒരു അന്വേഷണത്തിൽ കാണിച്ചു എന്നത് ഹൈക്കോടതിയും മാത്രമല്ല എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിലേക്ക് അന്വേഷണം കുറച്ചു കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നത്. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊരു ഭയം കൊണ്ടായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിനടക്കം വിമർശനം. ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് 2019 ബോർഡംഗങ്ങളെ അടക്കം ഈ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നു. മാത്രമല്ല, ഇനി കൂടുതൽ, അതായത് മുൻ ബോർഡ് പ്രസിഡന്റിന്റെ പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്യാൻ, അതായത് മൊഴി രേഖപ്പെടുത്താനടക്കം വിളിപ്പിക്കുമെന്നടക്കമുള്ള സൂചനകളുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഡിമണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം, അതിൽ സ്ഥിരീകരണം SITന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് എത്രത്തോളം ഈ 4 പഞ്ചലോക വിഗ്രഹം മാത്രമാണോ ഇവിടെ നിന്ന് കടത്തിയത്, കൂടുതൽ വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ടോ, ഇതൊരു ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കൊള്ളയാണോ എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ടാണ് ഇപ്പോൾ SIT അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. ശരി സാറേ.